ആദ്യമായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ കറുകുറ്റി ഇടവക 3-ാം പറമ്പിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സോണി ബിജു. ഞാൻ ഉടമ്പടി എടുത്തിട്ട് 12 തവണ പുതുക്കി. ഞാനൊരു നേഴ്സാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ കൃപാസനത്തിൽ വരാൻ സാഹചര്യം, ഉടമ്പടി എടുക്കുന്നതിൻ്റെ തലേദിവസം എനിക്ക് OET എക്സാം എഴുതാൻ ഒരു ഡേറ്റ് എടുക്കാനായിട്ടും ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ തലേദിവസം എന്നോട് കുർബാനയ്ക്ക് ചെന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞു, നീ പോയി ഉടമ്പടി എടുക്കുന്നു. അത് കേട്ട അന്ന് തന്നെ രാത്രി ഞങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 16, 2022 ഞാൻ പിന്നെ എക്സാം എഴുതിയത് സെപ്റ്റംബർ 24. എല്ലാവരെയും പോലെ ഞാനും വിചാരിച്ചു ഉടമ്പടി എടുത്ത് ഞാൻ പാസ്സാവും, ഇപ്പം തന്നെ ഒക്ടോബറിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാൻ ഫെയിലായി. പക്ഷേ ഞാൻ 7 തവണ OET എഴുതി, 7 തവണയും ഞാൻ ഫെയിലായി. പക്ഷേ ഒരു തവണ ഫെയിലാകുമ്പോഴും എനിക്ക് ഈ അച്ഛൻ്റെ ഉടമ്പടി സാക്ഷ്യത്തിലുണ്ടാവുമായിരുന്നു എനിക്കുള്ള സന്ദേശം. അതുകൊണ്ട് ഉടമ്പടി ധ്യാനത്തിൽ അപ്പം ഞാൻ പിറ്റത്തെ പ്രാവശ്യം അങ്ങനെ എനിക്ക് ഡേറ്റ് എടുക്കാനായിട്ട് എനിക്കതൊരു ധൈര്യമായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യായിരുന്നു. അറിയാലോ, 7 പ്രാവശ്യം ഉടമ്പടി എക്സാം എഴുതുക എന്ന് വെച്ചാൽ അതൊരു 3 വർഷമായി ഞാൻ ഈ കണ്ടിന്യൂസ് ചെയ്ത്. അപ്പോൾ പള്ളിയിലെല്ലാവരും ചോദിച്ചു എന്തായി ആയില്ലേന്ന്. അപ്പോഴും മോളെ ശരിയാവും കേട്ടോ. അപ്പോൾ ഞാനും ശരിയാവും, മോള് കൃപാസനത്തിൽ പോകണില്ലേ, അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതാ, ശരിയാവും. 8ാമത്തെ പ്രാവശ്യം ഞാൻ ഉടമ്പടി എക്സാം എഴുതാൻ വന്നു. അന്ന് സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. മാല പണയം വെച്ചു. അവസാനത്തെ എക്സാമാണെന്ന് മാതാവിനോട് പറഞ്ഞു, ഇനി പറ്റില്ല, കാരണം ഇനി മുന്നോട്ട് 8 പ്രാവശ്യമായി. അതിൻ്റെ ഇടയ്ക്ക് ഒരു മോഡ്യൂളേ പോകുന്നുള്ളൂ, അതും ഇടയ്ക്ക് പോയി എഴുതുമായിരുന്നു. അങ്ങനെയും പോകുന്നുണ്ട് പൈസ. റിവാലുവേഷൻ കൊടുത്തു, അങ്ങനെയും പോകുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ മാറിയില്ല. 1ാമത്തെ ഉടമ്പടി എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഉടമ്പടിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന്. കാരണം ഞാൻ ഈ ഒരാൾ ഈ ഉടമ്പടി എടുത്തിട്ട് ഈ എക്സാം എഴുതിയെന്നുള്ളത് എൻ്റെ പള്ളിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഞാൻ തോറ്റു എന്നുള്ളതും ഇടവകക്കാർക്കറിയാം. പക്ഷെ ഞാൻ ജയിച്ചു എന്നുള്ളത് അറിയണമെങ്കിൽ അതും അച്ഛൻ തന്നെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ ഉടമ്പടി തന്നെ പുതുക്കി എക്സാം എഴുതിക്കൊണ്ടിരുന്നു. 8ാമത്തെ പ്രാവശ്യം ആയിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ഒത്തിരി കരഞ്ഞു കേട്ടോ മാതാവിൻ്റെ അടുത്ത്. കാരണം ഞാൻ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് 42 വയസ്സായി. ഈ കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാനും നിൽക്കണേ. അപ്പോൾ അച്ഛൻ ചോദിച്ചു, നീ ഏത് എക്സാം എഴുതണേന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ OET തന്നെ എഴുതണേ. അപ്പം അച്ഛൻ ഏതാണ്? അപ്പം ഞാൻ ഒന്നും കിട്ടിയില്ല അച്ഛ. അങ്ങനെ അല്ലാണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ഛനെ കണ്ടിട്ടുള്ള ആളെന്ന് കൂട്ടത്തിൽ ഒരാളായിരിക്കും ഞാനും. അത്രയ്ക്ക് അച്ഛൻ എന്നെ ബ്ലെസ് ചെയ്ത് വിട്ടു. അന്ന് അച്ഛൻ എന്നോട് താടിക്ക് തട്ടിയിട്ട് സാരില്ല, ആ ഒരു ധൈര്യവും. പിന്നെ ഞാൻ ഉടമ്പടി തൈലം, കാശുരൂപം, ഉപ്പ് അതെൻ്റെ പൗച്ചിലുണ്ടായിരുന്നു. കാശുരൂപം മുറുകെ പിടിച്ചു. ഓരോ എക്സാമിന് ചെന്നപ്പോൾ ചുറ്റും ഉപ്പ് വിതറി സംരക്ഷണം ചോദിച്ച് ഞാൻ പറഞ്ഞു, ഇനിയില്ല, ഇനിയും ഞാൻ തോറ്റാൽ മറ്റുള്ളവരുടെ മുമ്പിലും ഞാൻ കൃപാസനത്തിൽ പോകുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും അതൊരു മോശക്കേടാവരുത് പോകുന്നവർ. ആ ഒരു ഇത് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഇതിൽ തന്നെ ഞാൻ ജയിക്കും. ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും കുഴപ്പമില്ല, ഞാൻ ജയിക്കും. അന്ന് എൻ്റെ എക്സാം സ്പീക്കിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലേഡി, എല്ലാവരും മാതാവിൻ്റെ കാശുരൂപം എടുത്ത് ആ ലേഡി എന്നെ കാണിച്ചു തന്നേ. അതായത് നമ്മൾ എക്സാം എഴുതുന്നവർക്ക് അതൊരു ധൈര്യമാണ്. എന്നോട് എൻ്റെ എക്സാം പാസ്സായി. എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടി. ആ എക്സാമിനാണ് എനിക്ക് അയർലൻഡ് സ്കോർ കിട്ടിയത് മെയ് മാസം 15-ാം തീയതി. അന്ന് ആ സാറ്റർഡേ തന്നെ ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, മോളെ നീ ഇപ്പം സാക്ഷ്യം പറയണ്ട, നിൻ്റെ വിസ വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എനിക്ക് സാക്ഷ്യം പറയണം, വിസയൊക്കെ പെട്ടെന്ന് വരുമോ എന്നുള്ളൊരിത് എനിക്കിവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു. സമയം ഒത്തിരി വൈകിയെങ്കിലും 3.5 വർഷമായി എനിക്കൊരു ജോലി ഇൻ്റർവ്യൂ കിട്ടി
ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഒറ്റ പൈസ ആവുന്നില്ല. ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഞാൻ ഓർത്തോ തിയേറ്റർ സ്റ്റാഫ് നേഴ്സാണ്. എനിക്ക് സ്റ്റാഫ് നേഴ്സായിട്ട് തന്നെ ഗാൽവേ ക്ലിനിക്, ബ്ലാക്ക് റോക്ക് എന്ന ഹോസ്പിറ്റൽ അയർലൻഡിൽ ഡയറക്റ്റ് ഇൻ്റർവ്യൂ. ഏജൻസി ഒന്നുമില്ല. എനിക്ക് ഒറ്റ പൈസയും ചിലവാവാണ്ട് എനിക്കൊരു ജോലി തന്ന് എൻ്റെ മാതാവ് ഈശോയെ അനുഗ്രഹിച്ചു. അതെൻ്റെ ഒരു വലിയ സാക്ഷിയാണ്. കാരണം നമ്മൾ ഒത്തിരി വൈകിയാലും നമ്മൾക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മൾ വൈകിയാലും നമ്മൾ കാത്തിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവിടെ മാതാവ് അങ്ങനെ വൈകിക്കുന്നതല്ല, നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ എക്സാമിന് വേറൊരു കാര്യം, ആദ്യത്തെ എക്സാം സെപ്റ്റംബർ 25 നമ്മുടെ ലോഗോസ് ക്യൂസ്. അത് ഞാൻ എഴുതിയില്ല ആ പ്രാവശ്യം. അപ്പോൾ എന്നോട് അച്ഛൻ ചോദിച്ചു, നീ എന്താ ലോഗോസ് എഴുതാനെന്ന്. അപ്പോൾ ഇത് മറ്റു പരീക്ഷകൾക്കാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് 3 വർഷം ഇത് പാസ്സായില്ലെങ്കിലും ലോഗോസിന് എനിക്ക് നല്ല റാങ്ക് മാർക്ക് കിട്ടുമായിരുന്നു. ഞാൻ ബൈബിള് പഠിച്ച്, കാരണം ഞാൻ ഇതിൽ തോറ്റെന്ന് എല്ലാവരും അറിഞ്ഞാലും ഞാൻ ബൈബിളിൽ തോക്കരുതല്ലോ. അതുകൊണ്ട് ഞാൻ ബൈബിള് ലോഗോസ് പഠിച്ച് ഞാൻ ഈ 3 വർഷം നല്ല മാർക്ക് മേടിച്ചിട്ടുണ്ട് എൻ്റെ ഇടവകയിൽ. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, എൻ്റെ എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞു. എനിക്ക് നല്ല ജോലി ഇപ്പോൾ ശരിയായി. ഇപ്പോൾ ഫെബ്രുവരി 25 ഇന്നലെ. പിന്നെ വിസ വരല് ഇപ്പോൾ തിരക്കായി, എന്തോ ഒരു കറൻ്റ് ഇപ്പോൾ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് എല്ലാവരും 1 മന്താണ് വിസയ്ക്ക് വരുന്നത്. എനിക്ക് അവിടെ ചെന്നിട്ടൊരു എക്സാമും കൂടി ഉണ്ട്, March 1 March 7. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൊണ്ടുവരുന്നൊരു വാക്യമുണ്ട്, എസ്തേർ 14:14. അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന് എസ്തേർ ഇതിന് പോയപ്പോൾ പറഞ്ഞതാ. ഒരു വചനം എൻ്റെ നെഞ്ചിൽ എപ്പോഴും കിടക്കും, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായി എന്നെ സഹായിക്കണമെന്ന്. അത് ഞാൻ എപ്പോഴും ചൊല്ലും. പിന്നെ എനിക്ക് March 1 എക്സാം. അപ്പോൾ എൻ്റെ വിസ 27-ാം തീയതി ജനുവരിയിൽ കൊടുത്തത്. 1 മന്ത് എടുക്കുമായിരുന്നു. പക്ഷേ എനിക്ക് 2 വീക്സ് കൊണ്ട് എൻ്റെ വിസ അടിച്ച് കിട്ടി. അത് ഞാൻ വിസയ്ക്ക് പാസ്പോർട്ടും എടുക്കാൻ നേരത്തെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തൈലോ ഉപ്പും തേച്ച് കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, പ്രാർത്ഥനാ വിശ്വാസിയാണല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ തൈലോ ഉപ്പും മാതാവും കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് VFSന് തരുന്നത്. അതുകൊണ്ട് ഇത് ലാസ്റ്റ് കൊടുത്ത് വിട്ടോ, ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 ആഴ്ച കൊണ്ട് എൻ്റെ വിസ അടിച്ചു വന്നു. ഫെബ്രുവരി 25 എൻ്റെ ടിക്കറ്റ് റെഡിയായി. അങ്ങനെ ഞാൻ ഫെബ്രുവരി 25 പോവാണ്. പിന്നെ എൻ്റെ ഇൻ്റർവ്യൂ പറഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ആയിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ പറഞ്ഞത്. അന്ന് തലേദിവസം എനിക്ക് അവിടെ നിന്നൊരു മെയിൽ വന്നു, എൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് മാറ്റി വെച്ചു 1 വീക്കിലോട്ടെന്ന്. അന്ന് എനിക്ക് ഒത്തിരി ഒരു വിഷമം തോന്നി, അയ്യോ എന്നാലും ഇൻ്റർവ്യൂ മാറ്റി വെച്ചു. അന്ന് രാത്രി എൻ്റെ മോനൊരു വയറുവേദന, എൻ്റെ ഇളയ മോനാണ്, വയറുവേദന വന്ന്. അത് ഞങ്ങൾ അന്ന് ചെറിയ വയറുവേദനയായിരിക്കും എന്ന് വിചാരിച്ചു. 2-ാം ദിവസം ഡോക്ടറെ കാണാൻ പോയേ, അവൻ്റെ അപ്പൻഡിക്സ് റപ്ചറായിരുന്നു. 3 ദിവസം അപ്പൻഡിക്സ് റപ്ചറായിട്ടിരുന്നു. അവൻ ഭയങ്കര സിക്കായിരുന്നു. അന്ന് പിന്നെ അറിയണം, എനിക്കന്ന് ഇൻ്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ് ഈശോയ്ക്കും മാതാവിനറിയായിരുന്നു. അവരതുകൊണ്ടാണ് ആ സമയം നീട്ടിയെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. ഇത്രയൊക്കെ അനുഗ്രഹങ്ങളും തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ എൻ്റെ അടുത്ത് ഭക്ഷണം വെച്ച് നമ്മൾ രാവിലെ പൊതിഞ്ഞ് കൊണ്ടു കൊടുക്കായിരുന്നു.